അങ്ങനെ ഒരു വർഷവും കൂടെ കടന്നുപോയി. എല്ലാവർക്കും ഒരു വയസ്സ് കൂടെ കൂടുതലായി. അല്ലാതെ വലിയ നേട്ടമൊന്നും ആർക്കും ഉണ്ടാക്കി കാണത്തില്ല. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ പുറമോട്ട് നോക്കുമ്പോൾ പല രീതിയിലുള്ള ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വാഹനാപകടങ്ങൾ, ആത്മഹത്യകൾ, വന്യജീവി ആക്രമണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ശരിയൊരു മണ്ണിടിച്ചിലുണ്ടായി, വയനാട്ടിൽ ദുരന്തമുണ്ടായി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പുതിയ വർഷം എങ്കിലും നമുക്കെല്ലാം അനുകൂലമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ല സംഘാടകർക്ക് മാത്രമേ വിജയം ഉണ്ടായിട്ടുള്ളൂ. യൂസഫലിയൊക്കെ നല്ലൊരു സംഘാടകനാണ്. നമ്മുടെ കേരള മുഖ്യമന്ത്രിയും നല്ലൊരു സംഘാടകനാണ്. അത് സാധാരണ ജനത്തിന് ബാധകമല്ല. അത് കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അത് നടപ്പില്ല. വൻ പന്നി ആക്രമണവും, പണ്ടൊക്കെ പാർട്ടി ആക്രമണമായിരുന്നു, ഇപ്പോൾ അത് മാറി പന്നി ആക്രമണമായി. അതോടുകൂടി കൃഷിയൊക്കെ നശിച്ചു. കേരളത്തിൽ വ്യവസായങ്ങൾ വളരെ കുറവാണല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ആകെയുള്ള പ്രതീക്ഷ കൃഷിയിലായിരുന്നു, അതും അവതാളത്തിലായി. വിദേശ രാജ്യങ്ങളിലോട്ട് ആളുകളെ ഇനി വേണ്ട. ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്റ്റേറ്റിൽ നിന്നും കേരളത്തിലോട്ട് ആളുകൾ ഒഴുകുകയാണ്. മദ്യപിച്ചവനെ കണ്ടുപിടിക്കാൻ പല സൈസ് മെഷീനുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടിണി കിടക്കുന്നവനെ കണ്ടുപിടിക്കാൻ ഒരു സൈസ് മെഷീനും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല, കണ്ടുപിടിച്ചിട്ടുമില്ല. നമ്മുടെ രാജ്യം എപ്പോഴും ഇങ്ങനെ പട്ടിണിയിൽ അരിച്ചിതാവസ്ഥയിലും കിടന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ പേരിൽ മേളിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല. എല്ലാവരും സമ്പന്നരാണെങ്കിൽ നമ്മുടെ പേരിൽ എവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്? ആക്രാന്തക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളത്തിന് പുറമെ നിരവധി പെൻഷൻ കൈപ്പറ്റി എന്നുള്ളൊരാരോപണം വരുന്നുണ്ട്. സർക്കാർ സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും KSFയിലോ പട്ടാളത്തിലായിരിക്കും, ആദ്യം KSFയിലോ ഒക്കെ ജോലി നോക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ത്രിവേണിയിലും മാവേലി സ്റ്റോറിലും അവരുടെ തെള്ളായിരിക്കും. ആർക്കും ഒരു ഉപകാരവും ചെയ്യത്തില്ല. ഒരു ചായ പോലും ആർക്കും വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഇവനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ അവസാനം അന്യാധീനപ്പെട്ടു പോത്തേ ഉള്ളൂ. മക്കൾ പോലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. അവനവൻ ആത്മാർത്ഥമായി ഉണ്ടായി നല്ല ആഹാരം കഴിച്ച് ഉള്ള കാലം സുഭിക്ഷമായി ജീവിച്ച അത്രയും സുഭിക്ഷമായി ജീവിച്ചു എന്ന് മാത്രം നമുക്ക് കണക്കാക്കാം. ഭാവിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഇനി വരുന്ന തലമുറയ്ക്ക്, ഒരു 16 തലമുറയ്ക്ക് തിന്നാനുണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ള ശ്രമത്തിലാണ് പലരും ഇപ്പോൾ നടക്കുന്നത്. അവൻ്റെയൊക്കെ അന്ത്യം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പഴയ കാലമല്ല. മൊബൈൽ വന്നതുകൂടി രാജ്യം നശിച്ചു. പല രീതിയിലുള്ള ഒളിച്ചോട്ടങ്ങൾ, പല രീതിയിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം കൂടുതൽ ഊർജിതമായി നടക്കുന്നുണ്ട്. നമ്മൾ പണ്ട് കണ്ട കാലമല്ല ഇത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിൽ 2 പേരുണ്ടെങ്കിൽ അവർ വിദേശത്തോട്ടൊന്നും പോയാൽ അവർ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ജനസംഖ്യ കുറയ്ക്കാൻ ഡൂക്ക് ബൈക്ക് കമ്പനിക്കാർ ഒരു മാർഗം നോക്കിയിട്ടുണ്ട്. ബൈക്ക് വാങ്ങുന്നവന് 2 ക്ലാമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഭിത്തി ഫോട്ടോ അടിച്ച് വെക്കാൻ. വാങ്ങിച്ച് 1 മാസത്തിനകം മക്കളോടുള്ള സ്നേഹം കൊണ്ട്, അമിത വാത്സല്യം കൊണ്ട് ചിലപ്പോൾ ഒരു വീട്ടിലൊരാളെ ഉള്ള ആർക്കാണ് മക്കളുടെ ആഗ്രഹപ്രകാരം ഡൂക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവരൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2 ക്ലാമ്പ് ഭിത്തിയിൽ ഫോട്ടോ വെക്കാനായിട്ട്. അത് കൊടുത്താൽ 2 മാസത്തിനകത്ത് വെച്ച് മിക്കവാറും ക്ലാമ്പിൽ ഫോട്ടോ ഇടേണ്ടി വരും. അതാണ് സ്ഥിതി. തൊഴിലില്ലായ്മ വീണ്ടും കൂടുതൽ രൂക്ഷതയിലേക്ക് പായുകയാണ്. തൊഴിലില്ലാത്ത എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യകൾ പെരുകുന്നു. ബാങ്ക് കടങ്ങളും തട്ടിപ്പുകളും പെരുകുന്നു. പല രീതിയിലുള്ള ചൂഷണത്തിലൂടെ ജനങ്ങളെ എങ്ങനെ വഹിക്കാം എന്ന ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിക്കാർ അവരുടെ പാർട്ടി എങ്ങനെ വലിയ രീതിയിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് സംഘടിപ്പിക്കാമെന്ന് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. വൈകിട്ട് മീഡിയകളിൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ചതിക്കുന്നു. ഏറ്റവും നല്ല കോമഡി സ്ക്രിപ്റ്റിനുള്ള അവാർഡ് വയനാട് ദുരന്തത്തിന് ശേഷം ഉണ്ടായ വരവ് ചെലവുകൾ അവതരിപ്പിച്ച കണക്കിന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. വനത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ സാധാരണക്കാർക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത വളരെ ദുരിതകരമായ ഒരവസ്ഥയാണ്.
വനത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വ്യത്യാസം വന്നുകൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലോട്ടിറങ്ങി ജനങ്ങളെ ചവിട്ടിക്കൊല്ലുന്ന സ്ഥിതിയാണ്. പണ്ടൊക്കെ നമ്മൾ പുരാണത്തിൽ സീതയെ കാട്ടിലുപേക്ഷിച്ച് ശ്രീരാമൻ പോയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കാട്ടിൽ ഉപേക്ഷിക്കാൻ വയ്യാത്ത കാലമായിപ്പോയി. അവിടെയുള്ള ജീവികൾക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായി, കൃഷി ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. സാധാരണക്കാരൻ ഇന്നും സാധാരണക്കാരൻ്റെ ലെവലിലോട്ട് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് അവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും പ്രതിപക്ഷം അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും ദിവസവും വാചാലമാവുന്നു. വൈകിട്ട് ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ വന്ന് എന്ത് ചോദിച്ചാലും മറ്റവരുടെ ഭരണകാലത്ത് നിങ്ങൾ ചെയ്ത എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുറച്ച് നേരം കോമഡി സ്ക്രിപ്റ്റ് കളിച്ച് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചാനലുകൾ കിടമത്സരം നടത്തുന്നു. സാധാരണക്കാരനെക്കുറിച്ച് പറയാനോ സംസാരിക്കാനോ ഒരു ചാനലുകളും എവിടെയുമില്ല. എല്ലാം സമ്പന്നമാക്കപ്പെട്ടിരിക്കുന്നു. അവാർഡുകൾ പോലും പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയായി. ശവലിയാർ പട്ടവും പല പട്ടങ്ങളും സ്വാധീനം ഉപയോഗിച്ച് ഓരോരുത്തർക്ക് കിട്ടുന്ന അവസ്ഥയായി. എന്തായാലും ഈ കഴിഞ്ഞ ഒരു വർഷം കാലാവസ്ഥ വ്യത്യാസം വന്ന് ഇവിടെ തെറ്റി മഴ പെയ്തതും കൃഷി നശിച്ചതും ഇവിടുന്ന് ബഹിരാകാശത്ത് പോയ സുനിത വില്യംസിനെ ഉടനെ മടക്കി വരുമെന്നും പറഞ്ഞ് പോയ സുനിത വില്യംസ് ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുകയാണ്. പണ്ട് ഇവിടുന്ന് ഗൾഫിൽ ആളുകൾ പോയിട്ട് തിരിച്ച് വരാത്തതുപോലെ. ഈ റോഡില്ലാത്ത റോഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ബസ് വിമാനം പറത്തുന്ന പോലെ പറത്തുമെന്നാണ് ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത്. സ്വന്തം വണ്ടി സ്വന്തമായിട്ട് ഓടിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. വേറെ ആരെയും കൊണ്ട് ഓടിച്ചാൽ കേസെടുക്കുമെന്നാണ് പുള്ളി പറയുന്നത്. 2025 പുതിയൊരു അവതാരം എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി. ഹനുമാൻ മല ചുമന്നുകൊണ്ട് പോകുന്ന പോലെയാണ് സുരേഷ് ഗോപിയെ അത്ര വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. പൂരം കലക്കൽ മുതൽ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് പണിക്കൊക്കെ പോകുമ്പം ഇടുന്നൊരു ഗംബൂട്ട് ഇട്ട് ഗവർണറും ഇദ്ദേഹം ഗംബൂട്ടിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അവിടെ നിന്ന് നോക്കുന്ന കണ്ട പിറ്റേ ആഴ്ച അവിടെ രൂപ ഉണ്ടോയെന്ന് എല്ലാവരെയും പുനരുദ്ധരിപ്പിക്കുന്ന ജനങ്ങളങ്ങ് വിശ്വസിച്ച് പോയി. ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ജനങ്ങളെ കളിയാക്കുവാണ്. പാർലമെൻറ്റിൽ ഇരുന്ന് കഥകളി കണ്ടപ്പോൾ തമിഴ്നാട് MP കനകമൊഴി പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു അവതാരമാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് വേണം മരിക്കാൻ. തൃശ്ശൂർക്കാർക്ക് ഇതൊരു തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ വരുന്ന 2025 എല്ലാവർക്കും അനുകൂലമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം, എല്ലാവർക്കും ആവശ്യത്തിനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവുന്ന ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.